ഹായ് ഗായ്സ്, നമുക്കൊരു ബീട്രൂട്ട് അച്ചാറിടാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 4 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് കനം കുറച്ച് നീളത്തിലരിയുക. യൂണിഫോം സൈസിലുള്ള പീസസ് ആയിരിക്കും നല്ലത്, കാരണം നമ്മളിത് അത്ര വേവിച്ചിട്ടിടുന്ന ഒരു അച്ചാറല്ല. അപ്പം കുറച്ചിങ്ങനെ കടിക്കാൻ പറ്റുന്ന പാകത്തിനായിരിക്കണം. അപ്പം എല്ലാം ഒരു ചെറിയ സൈസാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് കുറച്ച് ഈന്തപ്പഴം വേണം. ഈന്തപ്പഴം ഞാൻ അരച്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അരച്ചോ അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയോ ചേർക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടിയല്ല, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ കടുക്, പിന്നെ ഇത് ഈന്തപ്പഴം അരച്ചതാണ്, പിന്നെ കുറച്ച് ശർക്കര, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വേണം. ആദ്യം കടുകും ഉലുവയും നമുക്കൊന്ന് പൊട്ടിക്കാം. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്ക് അതിലേക്ക് ശർക്കര ചേർക്കാം. ശർക്കര നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യത്തിന് ചേർത്തിട്ട് പിന്നെ മധുരം പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് വിനാഗിരി, പിന്നെ ബാക്കി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ തന്നെ ഒരു അച്ചാറിൻ്റെ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. കുറച്ച് കായപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീട്രൂട്ടും കൂടി ഇളക്കാം. ഇളക്കി ജസ്റ്റ് ഒരു 5-6 മിനിറ്റ് ഒന്ന് ചൂടാക്കാം. അതിനുശേഷം അടുപ്പ് ഓഫാക്കാം. ബീട്രൂട്ടിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഒരു സോസി ടെക്സ്ചർ വരും. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അല്ലാതെ വെറുതെ തിന്നാനാണ് നല്ല ടേസ്റ്റാണ്.